നമ്മുടെ അറബിക്കടലിലെ വാൻഹായ് കപ്പലുണ്ടായ അപകടത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് നമ്മുടെ നാവികസേനയും ഒപ്പം തീരസംരക്ഷണ സേനയും. കപ്പലിലെ കൂടുതൽ കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിയിലൂടെ കടലിലേക്ക് വീഴുകയാണ്. കണ്ടെയ്നറുകളിലെ ചരക്കുകളിലേക്കും തീ പടരാൻ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം പൊള്ളലേറ്റ 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. സഹിൻ ആന്റണിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി നമുക്കൊപ്പം. സഹിൻ, ഈ പറഞ്ഞതുപോലെ ദൗത്യം ഇപ്പോഴും തുടരുകയാണെന്ന് മനസ്സിലാകുന്നു. എന്താണ് ഏറ്റവും ഒടുവിലെ സ്റ്റാറ്റസ്? നമുക്ക് നാവികസേനയിൽ നിന്നെല്ലാം ലഭിക്കുന്ന വിവരമനുസരിച്ച് തീ ഏറെക്കുറെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശക്തമായ പുകയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല കണ്ടെയ്നറുകളിലേക്ക് തീ പടർന്നിട്ടുണ്ട്. പല കണ്ടെയ്നറുകളും പൊട്ടിത്തെറിയോടുകൂടി ഈ പറയുന്നത് പോലെ തന്നെ കടലിലേക്ക് വീഴാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ നമുക്കറിയാം ചെയ്തു 670 കണ്ടെയ്നറുകളുള്ളതിൽ 140 കണ്ടെയ്നറുകൾ അത് പരിസ്ഥിതിക്കും ഒപ്പം തന്നെ മനുഷ്യ ജീവജാലങ്ങൾക്കും എല്ലാം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കണ്ടെയ്നറുകളാണ്, അല്ലെങ്കിൽ അതിൽ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് കണ്ടെയ്നറുകളിലുള്ളത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വായുസ്പർശനത്താലും ഘർഷണത്താലും എല്ലാം പെട്ടെന്ന് പൊട്ടിത്തെറിയോ തീപിടുത്തമോ ഉണ്ടാകാൻ തക്ക ദ്രാവകങ്ങളും വസ്തുക്കളുമുള്ള കണ്ടെയ്നറുകളാണ്. അവയെല്ലാം ഇപ്പോൾ കത്താൻ തുടങ്ങിയിരിക്കുന്നു. ഏറെക്കുറെയൊക്കെ ഈ പറയുന്നത് പോലെ ശക്തമായ പുകയുണ്ടെങ്കിലും ഈ തീ അത് ഏറെക്കുറെ ശമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ നിയന്ത്രണ വിധേയമായിട്ടില്ല. ഇന്നലത്തേക്കാളും കുറവുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനം ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. ഈ 4 പേരെ കണ്ടെത്താനുള്ള നീക്കം അത് ശക്തമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ 2 പേർ അവരുടെ നില ഗുരുതരമായി തുടരുകയാണ്. 18 പേരെയാണ് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. അതിൽ 6 പേർ പരിക്കേറ്റ് ആശുപത്രിയിലായിരുന്നു. ഇതിൽ 2 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. സേതു. ഓക്കെ സഹിൻ, വ്യക്തമാണ്. അപ്പോൾ തീ ഏറെക്കുറെ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സഹിൻ പറഞ്ഞത് ആ അപ്ഡേറ്റ് അനുസരിച്ച് കുറച്ച് നമുക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ്. പക്ഷേ പറഞ്ഞ പോലെ പുക ഉണ്ട്. അങ്ങനെ കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്ന ദൗത്യമാണ്. അത് ഇപ്പോഴും ഒന്ന് ശമിപ്പിക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ അപകടത്തിൻ്റെ തീവ്രത അത് എത്രത്തോളമാണ് എന്നുള്ളതാണ്.